പക്ഷേ സോഡിയത്തില് 11 ഇലക്ട്രോൺസ് ഉണ്ട്, ക്ലോറിനില് 17 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതെങ്ങനെ യോജിക്കണത്? അപ്പൊ അത് മനസ്സിലായിട്ടില്ല. അതായത് ചോദ്യം ഇതാണ്, സോഡിയത്തിന്റെ ആറ്റം നമ്പർ 11 ആണെങ്കിൽ അതിലുണ്ടാകുന്ന പ്രോട്ടോൺ എത്രയാണ്? 11. ഇലക്ട്രോൺ എത്രയാണ്? 11. ഈ ക്ലോറിന്റെ ആറ്റം നമ്പർ 17 ആണ്. അപ്പൊ അതിലെത്ര പ്രോട്ടോൺ ഉണ്ടാവും? 17. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ചോദിക്കുന്നത് 11 ഇലക്ട്രോണും 17 ഇലക്ട്രോണും നമ്മൾ എങ്ങനെ യോജിക്കുക എന്നാണ് ചോദ്യം, അല്ലേ? 11 ഇലക്ട്രോണും 17 ഇലക്ട്രോണും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. കാരണം എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഇലക്ട്രോണിന്റെ ചാർജ് 11. പ്രോട്ടോണിന്റെ ചാർജ് എത്രയാ? ആ 11ഉം ഇലക്ട്രോണും അടുത്ത് വന്ന് എന്തുണ്ടാവുക? രണ്ടിനും ചാർജ് എന്താ? നെഗറ്റീവ് നമ്മൾ യോജിക്കോ? അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആറ്റത്തിന്റെ ന്യൂക്ലിയസില് ആണ് എന്തിരിക്കുന്നത്? എന്തായിരിക്കുക? പ്രോട്ടോൺ, അല്ലേ? അപ്പോ ഇത് സോഡിയത്തിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? 11, അല്ലേ? സംശയമില്ലല്ലോ. ഇതിൽ 11 എണ്ണം. അത് ഞാൻ വേണമെങ്കിൽ പച്ച ഇതിൽ മാർക്ക് ചെയ്യാം. 11 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അതായത് ഇതിന് ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഈ പ്ലസ് ഇട്ട് കാണിക്കുന്നത് പ്രോട്ടോൺ ആണ്. എത്ര ഉണ്ട്? 11 എണ്ണം. അപ്പോ ഇങ്ങനെ 11 എണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ ചാർജ് ഉണ്ടായിരിക്കും, അല്ലേ? ഇതെങ്ങനെ ഒരുമിച്ച് നിൽക്കുവോ? നിൽക്കില്ല. എന്താ കാരണം? അത് നിൽക്കാതിരിക്കും. കാരണം ഇതിങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ പ്രോട്ടോണും വികർഷിച്ച് പോവാതിരിക്കാൻ ഇതിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും? ന്യൂട്രോൺ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിന്റെ ഇടയിലൊക്കെ ന്യൂട്രോൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ വരയ്ക്കുന്നില്ലേ, കൺഫ്യൂഷൻ കൊണ്ടിരിക്കും. ഈ 11 പ്രോട്ടോൺ ഉണ്ട്, ഇല്ലേ? അതിന്റെ എന്താർത്ഥം? ഈ സാധനത്തിന് എത്ര ചാർജ് ഉണ്ട്? ഈ 11 ചാർജ് ഉണ്ട് ആറ്റത്തിനെങ്കിലും. ആറ്റത്തിന് ചാർജ് ഉണ്ടോ ശരിക്ക്? ഒരു ആറ്റം തൊട്ട് നമ്മളെ ഷോക്ക് അടിക്കും. ഇതിലൊക്കെ ആറ്റം ഉണ്ട്. ഇതിലൊക്കെ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇതിലൊക്കെ ഈ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ എന്താ കാരണം ആകർഷിക്കാത്ത? ചാർജ് ഇല്ലാത്തതാണ്. എന്താ ചാർജ് ഇല്ലാണ്ടിരിക്കും? കാരണം ഏത് ആറ്റത്തിലും എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ സോഡിയത്തില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇതില് എത്ര പ്രോട്ടോൺ ഉണ്ട്? അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? അപ്പൊ 11 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ ആറ്റത്തിന്റെ ഉള്ളില് മൊത്തം 11 പ്രോട്ടോൺ ഉണ്ട്, മൊത്തം ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതിന് ചാർജ് ഉണ്ടാവും. മൊത്തത്തില് പരസ്പരം എന്തുണ്ടാവും? ക്യാൻസൽ ആയി പോകും. ഉണ്ടാവില്ല. അത് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം ചെയ്യുക. അപ്പൊ ഇതിൽ ഞാൻ വരയ്ക്കാം. എന്താണ് ഇതിൽ വരിക? ഈ 11 ഇലക്ട്രോൺ അത് എവിടെയാ ഉണ്ടാവുക? ആദ്യം ആറ്റം അടുത്ത് കറങ്ങും. ഇതൊരു സാങ്കല്പിക ഒരു സാങ്കല്പികമാണ് കേട്ടോ. അത് സഞ്ചരിക്കുന്ന പാത്തൊന്ന് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല. ആദ്യത്തെ ഷെല്ല് എന്ന് പറയും അതിന് ചുറ്റും കറങ്ങുന്നത്. അതിൽ എത്ര എണ്ണം വരും? 2 വരും. എത്ര എണ്ണം വരിക? 2 എണ്ണം. 2 എന്ത് വരും? അപ്പൊ ഇത് 2 ഇതിൽ വരും. പിന്നെ അടുത്ത ഇതിൽ 2 ഫില്ല് ചെയ്യാനുള്ള സ്ഥലം ഉള്ളതുള്ളൂ. 2 കറങ്ങാൻ പറ്റില്ല. അടുത്തതിൽ എത്ര എണ്ണം ഉണ്ടാവും? 8 ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ അതെന്താ വെച്ചാല് ഇത് 8 എണ്ണമായി. 8 ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? അഷ്ടകം പൂർത്തിയായി എന്ന് പറയും. 8 പൂർത്തിയായാല് ഇത് ഫില്ലായി. 8 അവസാനിക്കുകയാണെങ്കിൽ ആറ്റങ്ങൾക്ക് സ്ഥിരത ഇങ്ങനെ പേന വെച്ച അതിന് സ്ഥിരത ഇല്ല. ഇപ്പൊ നമ്മൾ നോക്ക, ഇങ്ങനെ പേന വെച്ച സ്ഥിരത ഇല്ലല്ലോ.
ആ അപ്പൊ എന്താ വെച്ചാല് നമ്മള് നോക്കുക, ഇപ്പൊ ഇങ്ങനെ പേന വെച്ച അവിടെ ഇരിക്കും, പക്ഷെ ഇങ്ങനെ പേന വെച്ച അവിടെ ഇരിക്കുവോ? എന്തുണ്ടാവും? ബാലൻസ് ഇല്ല. അത് വീഴും. അതേപോലത്തെ സ്ഥിരത എന്ന് പറഞ്ഞറിയാം, അത് അനങ്ങാണ്ടിരിക്കുന്ന അവസ്ഥ അല്ലേ. അത് ഇവിടെ എന്ന് വെച്ചാൽ ഇത് എട്ടെണ്ണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് ആ വസ്തുവിന് എന്തില്ല, സ്ഥിരത കൈവരിക്കും. രാസപ്രവർത്തനം ഇറങ്ങാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ചോറ് മതി ഉണ്ട് കഴിഞ്ഞ് വയറ് നിറഞ്ഞ പിന്നെ എന്തുണ്ടാവും, പിന്നെ നമുക്ക് മതി വന്നെന്തുണ്ടാവും, നമുക്ക് പിന്നെ ഉണ്ണാൻ തോന്നില്ല. അന്നൊരു അവസ്ഥേനെ പറയും നമുക്ക് ശരിയായി ഇല്ലേ. ആ ഇതാണ് സ്ഥിരത. നമുക്ക് ഇനി മതി എന്നതിന് ഇനി അപ്പൊ 8 എണ്ണം പൂർത്തിയാക്കുകയാണെങ്കിൽ അതിനൊരു തൃപ്തി വരും, പിന്നെ അതിന് ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. ഇനി അപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു ഇതില് നോക്കുകയാണെങ്കിൽ ആദ്യത്തിൽ 2 എണ്ണം, പിന്നത്തേൽ 8 എണ്ണം, 11 ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇതില് ശരിക്ക്? 11 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അടുത്ത ഇതില് ഫില്ലായി കഴിഞ്ഞാൽ എൽ എന്ന ഷെല്ലില് ആകെ എത്ര സ്ഥലമുള്ളൂ? 8 എണ്ണത്തിന് കൊള്ളാനുള്ള സ്ഥലമുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് ചുറ്റും അടുത്ത വലയത്തിലാണ് കിടന്ന് കറങ്ങുക. അടുത്ത സാങ്കല്പിക വലയാണ്. നമ്മൾക്ക് അത് സാങ്കല്പിക വലയം കന്ന് നമുക്ക് അറിയാനായിട്ട് വര വരയ്ക്കുന്നു മാത്രം. അപ്പൊ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. എത്ര ഉണ്ടാവുക? അപ്പോ ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയും. ഔട്ടർ മോസ്റ്റ് ഷെൽ. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇതില് 18 എണ്ണം കൊള്ളും, പക്ഷെ ആകെ എത്ര എണ്ണം ഉള്ളു? 1 എണ്ണം ഉള്ളു. ഇതിനിപ്പോ ചാർജ് ഉണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ ഇതിന് ചാർജ് ഉണ്ടാ? ആ ആറ്റത്തിന് ചാർജ് ഉണ്ടാ? കാരണം ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 പി എഴുതാണ്ട, 11 പി ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇതില് മൊത്തം? 11 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണും ഉണ്ട്. 11 ഇലക്ട്രോണും 11 പ്രോട്ടോൺ ആണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനിപ്പോ ചാർജ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന് എന്തുണ്ടാവും? ചാർജ് ഇല്ല. പക്ഷെ ഇതിന് എന്തില്ല? 1 ഇലക്ട്രോൺ പുറത്തുണ്ട് അല്ലേ. എന്താണുള്ളത്? ആകെ 1 ഇലക്ട്രോൺ ഉള്ളു. അപ്പൊ ഇതിന് എന്തില്ല? എത്ര എണ്ണം ഉണ്ടായ ഇത് സ്റ്റേബിൾ ആയിട്ട് വരും? 8 എണ്ണം വേണം. അതായത് നമുക്ക് എന്തുണ്ടാവും? നമ്മൾ വിശന്ന എന്തുണ്ടാവും? നമ്മൾ വിശപ്പ് മാറ്റാൻ അന്വേഷണം നടക്കും അല്ലേ. നമ്മൾ പുറത്തേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഞാൻ ടൗണിൽ പോയി അവിടെ ജോലി കഴിഞ്ഞ് വിശന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചായക്കടയും മറ്റുള്ള ഭക്ഷണശാല അന്വേഷിച്ച് നടക്കും അല്ലേ. അപ്പൊ നമ്മളൊരു ഹോട്ടൽ കണ്ടു. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വേടി കയറും, ഭക്ഷണം കഴിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് വിശക്കുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും ഇല്ലേ. അതേപോലെ നമ്മുടെ ഈ ആറ്റത്തിനൊരു എന്ത് വരും? 8 എണ്ണം കഴിഞ്ഞാൽ അവർക്ക് വിശക്കണം വിൽക്കും. അപ്പൊ അതെന്തുണ്ടാവും? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറയും. അതുപോലെ അപ്പൊ അവരെന്ത് ചെയ്യും? സ്റ്റേബിൾ ആവാനായിട്ടുള്ളൊരു ത്വര ഉണ്ടാവും. എന്താണ് സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥിരത. ഇതിങ്ങനെ 8 ആക്കാനുള്ള ഒരു ടെൻഡൻസി കാട്ടി നടക്കും. അപ്പൊ ഇതില് 1 എണ്ണാണ് പുറമുള്ളത്. ഇനി ഇതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര എണ്ണം കിട്ടണം? 1 എണ്ണം ഉള്ളത്. ബാക്കി ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ എത്രയുള്ളത്? എത്ര എണ്ണം? 1 എണ്ണം. ഇനി എത്ര എണ്ണായ സ്റ്റേബിൾ ആവും? ഈ 8 എണ്ണം കിട്ടിയാൽ സ്റ്റേബിൾ ആവും അല്ലേ. 8 എണ്ണം കിട്ടുക എളുപ്പമല്ല. ഇത് പക്ഷേ വേറെ തരത്തിൽ സ്റ്റേബിൾ ആക്കാൻ പറ്റും. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് പറയാം. ഇനി ഒന്നുകിൽ എങ്ങനെ സ്റ്റേബിൾ ആക്കാം? ഈ 1 എണ്ണം പോയാലും സ്റ്റേബിൾ ഇല്ലേ. അപ്പൊ അതിന് തൊട്ട് ഉള്ളിലുള്ള ആ ഷെല്ലില് 8 എണ്ണമായി. അവ സ്റ്റേബിൾ ആയില്ലേ. ഇതിന് 7 എണ്ണം കിട്ടാൻ ബുദ്ധിമുട്ടാ. അതിലെളുപ്പമാണ് 1 എണ്ണം കൊടുക്കുക. അപ്പൊ ഈ സോഡിയം എന്ന ആറ്റത്തിന് എങ്ങനെ സ്റ്റേബിൾ ആവും? എളുപ്പത്തില് 1 എണ്ണം കൊടുത്താൽ സ്റ്റേബിൾ ആയില്ലേ. ഇത് 1 എണ്ണം വിട്ട് കളഞ്ഞാൽ സ്റ്റേബിളായി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഷെല്ലില് 8 എണ്ണം ഉണ്ടാവും. സ്റ്റേബിളായി സന്തോഷമായി. അപ്പൊ എന്താണ് ഈ സോഡിയം ചെയ്യുക? 1 എണ്ണം കൊടുക്കാനുള്ള ഒരു ത്വര അതിനുണ്ട്, ടെൻഡൻസി ഉണ്ട്.
അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയാ, വാലൻസി. എന്താ പറയാ, അതാണ് അപ്പൊ ഇതിന് എത്ര വാലൻസി ഉണ്ട് നിങ്ങൾ പറഞ്ഞേ? എത്ര എണ്ണം കൊടുക്കാനുള്ള ടെൻഡൻസി ഉള്ളത്? എത്ര എണ്ണം കൊടുക്കാനുള്ളതാ? ഒരെണ്ണം. അപ്പൊ ഇതിന്റെ വാലൻസ് എത്രയാ? 1. അപ്പൊ ഇതിന്റെ വാലൻസ് 1 പറഞ്ഞ എന്തർത്ഥം? അതിന് ഒരെണ്ണം കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി നോക്കുക, ഇത് ഈ ഒരെണ്ണം ഇതിന് കൊടുത്തു, ആരെങ്കിലും കൊടുത്തു, അപ്പൊ എന്തുണ്ടാവും? ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 10 എണ്ണം. ആകെ 11 ഉണ്ടായിരുന്ന ഒരെണ്ണം പോയാ 10 എണ്ണം. എത്ര പ്രോട്ടോൺ ഉണ്ട്? അപ്പൊ ക്യാൻസൽ ചെയ്യാനായിട്ട് എത്ര എണ്ണം ഉപയോഗിച്ചു? ഇതില് 10 എണ്ണവും ഈ പച്ച പ്രോട്ടോൺ അല്ലെ, അതിലെ 10 എണ്ണവും ക്യാൻസൽ ആവും. ബാക്കി ഇതില് ഒരു എണ്ണത്തിന് ക്യാൻസൽ ആവും. അതായത് ഒരു പച്ചയ്ക്ക് ക്യാൻസൽ ആവാനുള്ള എന്തുണ്ടാവില്ലേ? ഇലക്ട്രോൺ ഇല്ല. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ ഈ ആറ്റത്തിന് മൊത്തം എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ചാർജ്. കാരണം എന്താ? പോസിറ്റീവ് അല്ല അധികം. അപ്പൊ അതിന് ക്യാൻസൽ ചെയ്യാൻ നെഗറ്റീവ് ഇല്ലാത്ത കാരണം അതിലൊരു പോസിറ്റീവ്, ആ ഇലക്ട്രോണ് കിട്ടാനുള്ള ഒരു ടെൻഡൻസി. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അതിനെ അയോൺ എന്ന് പറയും. എങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് സോഡിയത്തിലെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മാറുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് തെറ്റും. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തമ്മിലുള്ള ആ തുല്യത നഷ്ടപ്പെടും. ഇലക്ട്രോൺ 10 എണ്ണാവും, പ്രോട്ടോൺ 10 എണ്ണം. അപ്പൊ 10ഉം 10ഉം ക്യാൻസൽ ആവും. ബാക്കി ഒരെണ്ണത്തിന്റെ ചാർജ് അല്ലെ, ഒരു പ്രോട്ടോൺ അല്ല ഇതിലുള്ളത്. പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പൊ ഇതിന് മൊത്തത്തിൽ ഈ ആറ്റത്തിന് എന്ത് ചാർജുള്ള വസ്തുവായി മാറുന്നത്? ഈ പോസിറ്റീവ് ഉള്ളതിനെ എന്തിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്? നെഗറ്റീവിനെ ആകർഷിക്കും. അപ്പൊ നെഗറ്റീവിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് ഇത് മാറും. ഇനി അങ്ങനെയാണ് ഇത് പോസിറ്റീവ് ചാർജ് മാറുക. അപ്പോ ഇതിനെ എത്ര എണ്ണത്തെ ആകർഷിക്കാനുള്ള കഴിവ്? എന്തിനെ? ഒരു പോസിറ്റീവ് ചാർജാണ് ഉള്ളത് അല്ലേ. എപ്പോഴും വസ്തുക്കൾ ചാർജ് ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കും. എന്താ ചെയ്യാ? ചാർജ് ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കും. അതിനെപ്പോഴും ഒരു പ്രവണത ഉണ്ട്. അത് അയോണായിട്ട് സ്ഥിതി ചെയ്യാൻ ഒരു മൂലകം ഇഷ്ടപ്പെടില്ല അല്ലേ. നമ്മൾ എപ്പോഴും എന്താ ഇഷ്ടപ്പെടുക? നമ്മൾ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുക, റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുക, റെസ്റ്റ് ചെയ്യാൻ അല്ലേ. അതായത് ഊർജം കുറഞ്ഞ അവസ്ഥ. അതായത് നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ ഊർജം വേണം. അപ്പൊ ഊർജം നഷ്ടപ്പെടാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല, ഇല്ലല്ലോ. എന്ന പോലെ ഇതിനെങ്ങനെ ചാർജിൽ ഇരിക്കാനായിട്ട് ഇഷ്ടമില്ല അല്ലേ. ഈ മനുഷ്യന്റെ മടി പോലെ ഇതിനും മടിയാണ്. എപ്പോഴും ഇതിനെ റെസ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഇത് ചാർജറായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ അന്വേഷിച്ച് നടക്കുന്നത് ചാർജ് ഇല്ലാതാക്കാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കും. ഒരു ടെൻഡൻസി അതിനുണ്ടായിരിക്കും എന്തിനെ? ചാർജ് നഷ്ടപ്പെടുത്താൻ. ഇനി ക്ലോറിന്റെ കാര്യം എടുക്കുക. അതില് എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? അപ്പൊ നോക്കുക, ആറ്റം നമ്പർ നോക്കുക, എത്രയാ? അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? അപ്പൊ അതിന്റെ ന്യൂക്ലിയസിൽ 11 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പൊ എത്ര എണ്ണം ഉണ്ടായില്ല? 17 എണ്ണം. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ അത് ഇതില്ലേ തുല്യമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അതെത്രയായിരിക്കും? അപ്പൊ നമുക്കത് ടോപ്പോയിൽ കാണിക്കാം. ആദ്യത്തെ റൗണ്ടിൽ ആദ്യം നിറയും ഒരെണ്ണം അല്ലേ. ഒരു 2 എണ്ണം നിറഞ്ഞു. അപ്പൊ ക്യാഷലില് പൂർത്തിയാക്കി. അടുത്തതിൽ എത്ര നിറയും? അതിൽ 1 2 4 5 6 7 8 ഈ 8 സ്ഥലത്ത്. അപ്പൊ അതും പൂർത്തിയാക്കി. അപ്പൊ 8 10 എണ്ണം കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇതിലൊരെണ്ണം വരും, ഇതിലൊരെണ്ണം വരും. 2 എണ്ണം കഴിഞ്ഞു. 3 4 5 6 7 ഒരെണ്ണം കിട്ടിയാൽ
8 തികയുമായിരുന്നു. അപ്പൊ ഇതിനെ കൊതിയായി നടക്കും, വിശന്ന് നടക്കാറ് ഒരെണ്ണത്തിന് കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട്. എന്താ കാരണം? അതിന് സ്റ്റേബിൾ ആവാനുള്ള കൊതി അല്ലേ? കുറവുള്ളവർക്ക് കൊതി വരും അല്ലേ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അന്വേഷിച്ച് നടക്കും അല്ല, ഇല്ലാത്തതല്ലേ എപ്പോഴും അന്വേഷിച്ച് നടക്കും മനുഷ്യൻ. അതേപോലെ തന്നെ ഇതും. അപ്പൊ ഇതിന് ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ കൊള്ളാമെന്നും അപ്പൊ ഇതിന് ഒരെണ്ണം കിട്ടുകയാണെന്ന് വിചാരിക്കുക എവിടുന്നെങ്കിലും. അപ്പൊ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് ഉള്ളില്? പുറമെ എത്ര ഇലക്ട്രോൺ വരും? 18. അപ്പൊ എത്ര എണ്ണം ക്യാൻസൽ ആയി പോവും? ബാക്കി ഒരെണ്ണം അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടുതലാകുമ്പോ അതിൽ എന്ത് ചാർജ് വരും? അപ്പോ ക്ലോറിൻ എന്നുള്ളത് ഒരെണ്ണം ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. ആ ക്ലോറിൻ നെഗറ്റീവും ഇത് പോസിറ്റീവും നെഗറ്റീവും ഒന്നും എന്തുണ്ടാവുക നമുക്കറിയാം ഇല്ലേ? എതിരായിട്ടുള്ളത് വരുമ്പോ എന്തുണ്ട്? ആകർഷണം ഉണ്ടാവും ഇല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ ആകർഷിക്കും അല്ലെ? നെഗറ്റീവ് ഒരു പോസിറ്റീവ് കാന്തവും നെഗറ്റീവ് കാന്തത്തിന്റെ പോളും കൂടി വെക്കുമ്പോ എന്തുണ്ടാവും? അത് അടുത്ത് വരുമ്പോ ഒട്ടിപ്പിടിക്കില്ലേ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. ഇതൊരു പോസിറ്റീവായി, അതായത് ഇത് ഒരെണ്ണം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവായി തീരുന്നു. ഇത് കിട്ടുമ്പോൾ ഇതൊരെണ്ണം നെഗറ്റീവായി തീരുന്നു. അപ്പോ ഇതൊരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇത് ഒരു പോസിറ്റീവാവും, ഇതൊരു നെഗറ്റീവാവും. അപ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും വന്നാൽ അപ്പോൾ ഇത് ക്ലോറിനാ വിചാരിക്കുക, ഇത് സോഡിയം. എൻ്റെ വലത്തെ ഇതുണ്ട്, ഈ കൈ സോഡിയം, ഇത് ക്ലോറിൻ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ അടുത്തൊന്നും എന്തുണ്ടാവും? ഒട്ടിപ്പിടിക്കും അല്ലേ? ഇങ്ങനെ രണ്ട് കാത് ഒട്ടിപ്പിടിക്കും. അപ്പൊ എന്താ? ഈ രണ്ട് ആറ്റങ്ങളും കൂടിച്ചേർന്ന് ഇത് ഒരുമിച്ച് നടക്കുക എന്ന് വെച്ചാല് അവ ഒരു മോളിക്കൂളായി മാറി. അല്ല, ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ട്, അത് പഠിച്ച മോളിക്കൂള്. അപ്പൊ എന്ത് മോളിക്കൂൾ ഉണ്ടാക്കുക? സോഡിയവും ക്ലോറിനും ചേർന്ന ഒരു മോളിക്കൂള് ആയി. അപ്പൊ NaCl എന്ന മോളിക്കൂള് കിട്ടുന്നു. മനസ്സിലായ? ഇങ്ങനെയാ. അപ്പൊ ഇതിന്റെ വാലൻസി 1, പോസിറ്റീവ് 1 പറയും, ഇതിന്റെ വാലൻസി നെഗറ്റീവ് 1 പറയും. കാരണം മേടിക്കുന്നത് നെഗറ്റീവും കൊടുക്കുന്നത് പോസിറ്റീവ്. അപ്പൊ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അവ കൂടിച്ചേരും. അപ്പൊ എത്ര ആറ്റം വേണം അതിന്? ഒരു സോഡിയാറ്റം അല്ലേ, ഒരു ക്ലോറിൻ ആറ്റം എടുത്തു വന്നാൽ പൊട്ടി സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പിന്റെ ഒരു മോളിക്കൂള് ഉണ്ടാകും. മനസ്സിലായ? ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്, അഥവാ സംയുക്തം ഉണ്ടാകുന്നത്. മനസ്സിലായ? ആറ്റങ്ങൾ അല്ല, ഇതിനെ പറയാ എലമെന്റ്. ഈ സോഡിയം എന്ന എലമെന്റും ക്ലോറിൻ എന്ന എലമെന്റും കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സമ്മിശ്രിതം ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? എങ്ങനെയാ? അതും ചില സന്ദർഭങ്ങളിൽ കൂടിച്ചേരും. അത് പിന്നീട് പഠിക്കാൻ നമുക്ക്. ഇപ്പൊ ഇത് മനസ്സിലാക്കുക. അപ്പോ ഇതിങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? NaCl. അപ്പൊ NaCl ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ആറ്റവും ഇതിന്റെ ഒരു ആറ്റവും മതി. മനസ്സിലായേ? ക്ലിയർ ആയി? മനസ്സിലായേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കൂടിച്ചേരുക എന്നത് മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് കൂടിച്ചേരുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാവുന്നത്? അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? Na+Cl എന്ന് നയിക്കുന്നു. Naയും Cലും ചേർന്നാൽ NaCl ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർമുല ആയി. ഇതിനെയാണ് രാസസമവാക്യം അഥവാ കെമിക്കൽ ഫോർമുല എന്ന് കെമിസ്ട്രിയിൽ പറയാ. അപ്പൊ ഇത്തരം കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയേ? അപ്പൊ NaCl ആണ് എന്ത്? സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോഡിയം ക്ലോറിനും ചേർന്നിട്ട്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ മെഗ്നീഷ്യം നോക്കുക. അടുത്തത് ഇത് സോഡിയത്തിന് പകരം മെഗ്നീഷ്യം ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കൂടിച്ചേരുക? ഒന്ന് നോക്കിയേ. മെഗ്നീഷ്യത്തിന്റെ എന്താ അറിയണം നമുക്ക്? ആറ്റമിക് നമ്പർ അറിയണം. മെഗ്നീഷ്യത്തിന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 12. അപ്പൊ മെഗ്നീഷ്യം 12 ആണ്. ഇത് മെഗ്നീഷ്യം Mgയുടെ നമ്പർ എത്രയാ?
Mg എന്നാണ് മെഗ്നീഷ്യം. അത് അറിയോ? ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം. മെഗ്നീഷ്യം ആറ്റമിക് നമ്പർ 12. സോ സൾഫർ അല്ല, ഇതിപ്പോ മെഗ്നീഷ്യം എത്രയാ? അതിൻ്റെ എത്രയാ? Mg അല്ലേ? Mgയിൽ എത്രയാ? Mgയിൽ 12. ആറ്റമിക് നമ്പർ 12 ആണ്. ഇത് 12 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര ഉണ്ടായിരിക്കും ഇതില്? മെഗ്നീഷ്യത്തിന്റെ ഇതില് ഉള്ളില് ന്യൂക്ലിയസില് എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? അപ്പൊ ഇത് 12 ആയി. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? കാരണം എന്നാലും ന്യൂട്രലായി നിൽക്കുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ ഇതില് 2 എണ്ണം ഉണ്ട് അല്ലേ? 2 എണ്ണം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് അഥവാ ഏറ്റവും പുറമെ 2 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യത്തിന് എത്ര ടെൻഡൻസി ഉണ്ടാവും കൊടുക്കാൻ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം. 8 ആവണമെങ്കിൽ 6 കിട്ടണം, അല്ലെങ്കിൽ 2 എണ്ണം കൊടുക്കണം. ഏത് എളുപ്പം? കൊടുക്കാൻ എളുപ്പം. അപ്പൊ ഇതിന്റെ വാലൻസ് എത്രയായിരിക്കും? 2 എണ്ണം കൊടുക്കാനുള്ള ടെൻഡൻസി ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ വാലൻസ് എത്ര? 2 എണ്ണം പോസിറ്റീവ് അല്ലേ? ഇതിന് 2 എണ്ണം പോവുകയാണെങ്കിൽ ഇത് എത്ര പോസിറ്റീവ് ആവും? 2 പോസിറ്റീവ് ആവും. ഇനി ഇതിന് മെഗ്നീഷ്യത്തിന് ഒരു ക്ലോറിനോട് കൂടിച്ചേരാൻ പറ്റുമോ? അതായത് നമ്മൾ മെഗ്നീഷ്യം ക്ലോറിനും ഒരു പാത്രത്തിൽ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു മെഗ്നീഷ്യത്തിന് എത്ര എണ്ണം കൊടുക്കാനുള്ള കഴിവുണ്ട്? 2 എണ്ണം അല്ലേ? അപ്പോ ഈ ഒരു ക്ലോറിൻ ഇവിടെ വരുമ്പോ ഇതിന് എന്തെന്ന് പറയും? ഒരെണ്ണം കൊടുക്കുമ്പോ 2 എണ്ണം കൊടുക്കാൻ നോക്കുമ്പോ പറയും ഒരെണ്ണം മതി എന്ന് പറയാറ് ക്ലോറിൻ. ഇവന്റെ എട്ടി ചെല്ലും, ക്ലോറി ചെല്ലും. ഇവിടെ ഇവന്റെ കയ്യിൽ 2 എണ്ണം കൊടുക്കാതിരിക്കുമ്പോ എന്താണ് ക്ലോറിന് ഇവിടെ കണ്ടവശം വലിയ ഇഷ്ടം. എന്താ കാരണം? അവങ്ങനെ കൊടുക്കാൻ നിൽക്കുക, ഇവനായിട്ട് കിട്ടാൻ നിൽക്കാർക്ക് ക്ലോറിന്. അപ്പൊ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഓടിപ്പോയി ചെല്ലും. ഇവിടെ മേടിക്കുമ്പോ ഒരെണ്ണം തിരിക്കും. ഇങ്ങോട്ട് വരുമ്പോ ഇവന് സന്തോഷമായി അല്ലേ? അപ്പൊ ഇവനുണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണം കൂടി വേണമെന്ന് ചോദിച്ചാൽ മേടിക്കുവോ? എനിക്ക് മതി എന്ന് പറയാറ്. എന്താ കാരണം? 8 മതി. അതിനൊത്തെണ്ണം വേണ്ടോ? 8 എണ്ണം വെച്ചാൽ ഒരു വയറ് നിറഞ്ഞു അല്ലേ? അപ്പോ അവന് വേണ്ട. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് 2 കൂടി ഒരു ജാറിലിടുകയാണെങ്കിൽ ക്ലോറിൻ എന്ത് ചെയ്യും? വേറൊരു ക്ലോറിൻ ആറ്റം ഇവിടേക്ക് ഇതുപോലത്തെ വേറൊരു ക്ലോറിൻ ആറ്റം അതും ഓടിച്ചെന്നിട്ട് ഏത് മേടിക്കും? എന്ത് ചെയ്യ? അതും മേടിക്കും. അപ്പോ ഇതിൽ എത്ര എണ്ണം പോവും? 2 ആൾക്കായിട്ട് 2 എണ്ണം പോവും. അപ്പൊ ഇത് ഈ മെഗ്നീഷ്യം എത്രയായി മാറും? 2 പോസിറ്റീവ് ചാർജ്. എന്താ കാരണം? ഇതിൻ്റെ ഉള്ളിൽ 12 എണ്ണം ഉണ്ട്. പുറമത്രയുള്ള ഇലക്ട്രോൺ 10 ഉള്ളൂ. അപ്പൊ ഇത് 2 പോസിറ്റീവോ. അപ്പൊ എന്തുണ്ടാവും? ഇതും ഒരു നെഗറ്റീവ് ആവും. എന്താ? ഇതൊരു നെഗറ്റീവ് ആവും. വേറൊരു ക്ലോറിൻ എന്തുണ്ടാവും? അതായത് ഒരു നെഗറ്റീവ് നമ്മള് വരയ്ക്കാം. ന്യൂക്ലിയസില് ഇത് Cl കേട്ടാ. ഞാൻ ഉള്ളിലത്തെ വരയ്ക്കണില്ല എന്ന് വിചാരിക്കുക. ഇതില് ഏറ്റവും പുറമെ മാത്രം ഇതില് 2 എണ്ണം, ഇതില് 4, 6, 8. അപ്പൊ അത് പുറമത്തേല് ക്ലോറിൻ്റെ എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7. ഒരെണ്ണം കിട്ടാതിരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് പോവും, ഒരെണ്ണം ഇവിടേക്കും പോവും. മനസ്സിലായ? അപ്പൊ ഇവിടുന്ന് ഒരെണ്ണം ഇതിലേക്കും പോയി. അപ്പൊ ഇതിന് 2 പോസിറ്റീവ് ചാർജ് വന്നു. പോസിറ്റീവ് അല്ല ഇതിൽ പറയും. അപ്പൊ ഇത് എങ്ങനെ നിൽക്കും? 2 പോസിറ്റീവ് ചാർജായി നിൽക്കും. ഇത് 2 പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ. 2 പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവായിട്ട് അത് മാറും, ആറ്റായിട്ട് മാറും. അപ്പൊ 2 പോസിറ്റീവ്. ഇതൊരു നെഗറ്റീവ് ചാർജ് ആവും. ഇതൊരു അപ്പൊ അതെന്തുണ്ടാവും? ഇത് 2 പോസിറ്റീവ് അല്ലേ? ഇവർ 2 പേരും കൂടിയിട്ട് ഇതുമോ നിർത്തിപ്പിടിക്കും.
അപ്പൊ ഒരു മെഗ്നീഷ്യം ഇതുമ്പോ എത്ര എണ്ണത്തിന് ഒട്ടിപ്പിടിക്കാൻ പറ്റും? 2 ക്ലോറിൻ ആറ്റത്തിന്, 2 ക്ലോറിൻ ആറ്റത്തിന്. ഒരെണ്ണം ഇതിനും പിടിക്കും, അപ്പൊ ഇവ തമ്മിൽ ഒട്ടും. ഒരെണ്ണം ഇതിനും പിടിക്കും, അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒട്ടും. അപ്പൊ എന്തായി? അപ്പൊ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും മെഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഒരു മെഗ്നീഷ്യം അല്ലേ? ആ ക്ലോറിനും ചേർന്ന് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും അല്ലേ? ഒരു മെഗ്നീഷ്യത്തിന് കൂടെ എത്ര ക്ലോറിൻ വേണ്ടി വരും? അപ്പൊ 2. അതായത് മെഗ്നീഷ്യം ക്ലോറിൻ ചേരുമ്പോ മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ 2 എണ്ണം നിങ്ങൾ പഠിച്ചില്ലേ? ഇപ്പൊ ക്ലിയർ ആയ? ഓക്കെ അല്ല? അപ്പൊ ഇതിന്റെ എണ്ണത്തിലുള്ള പ്രശ്നം, ഇത് വിട്ടുകൊടുക്കുന്ന എണ്ണാണ് പ്രശ്നം. വിട്ടുകൊടുക്കുന്ന എത്രയാണ്? മെഗ്നീഷ്യം 2, ക്ലോറിൻ സ്വീകരിക്കുന്ന 1. ആ മെഗ്നീഷ്യത്തിന്റെ വാലൻസ് എത്രയെന്ന് വെച്ചാൽ 2 എന്ന് പറയണം. പോസിറ്റീവ് 2, ക്ലോറിന്റെ 1. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് മെഗ്നീഷ്യം ക്ലോറിനും ചേർന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. സോഡിയം ക്ലോറിൻ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇത് നമുക്ക് സോഡിയം ക്ലോറൈഡ് എഴുതുക NaCl എന്ന് കണ്ടു, ഇത് MgCl2 എന്ന് കണ്ടു. ഇത് എങ്ങനെ എഴുതാൻ വല്ല സൂത്രം ഉണ്ടോ? അത് നമുക്ക് നോക്കാം. നമുക്കറിയാം മെഗ്നീഷ്യം ക്ലോറിനും ചേർന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു, സോഡിയം ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ ഘടന, അതിന്റെ ഫോർമുല, കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാൻ വല്ല സൂത്രം ഉണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, NaCl ആണ് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്? NaCl ഉണ്ടാവുന്നത്. ഇത് കൂടിയിട്ടാണ് NaCl ഉണ്ടാവുന്നത്, നമുക്കറിയാം അല്ലേ? ഇതിന്റെ ഒന്നാണ് നമുക്കറിയാം, എന്ത്? ഇതിന്റെ പോസിറ്റീവ് 1 ആണെന്ന് അറിയാം അല്ലേ? ഇതിന്റെ പോസിറ്റീവ് 1 ആണ് ഇതിന്റെ നെഗറ്റീവ് 1. അതായത് ഒരെണ്ണം കൊടുക്കുക ചെയ്യുക, ഇതൊരെണ്ണം കിട്ടുക ചെയ്യുക. അപ്പോ ഇതിന്റെ വാലൻസി 1, 1. അപ്പൊ നമ്മള് ഇതിന്റെ വാലൻസിന് ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയില്ലേ, നമ്മൾ ഇങ്ങനെ അറിയാം 1, 1. അങ്ങനെയാണെങ്കിൽ ഇവ എങ്ങനെ കൂടിച്ചേരും? ഒരെണ്ണം ഈ ഒരു ആറ്റം ഉണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുക. ഈ ക്ലോറിന്റെ ഒരു ആറ്റം മതി ചേരാൻ അല്ലേ? രണ്ടിനെ ഓരോന്ന് ചേർന്നാൽ മതി. ഇനി നോക്കുക, നമുക്ക് മെഗ്നീഷ്യം ക്ലോറൈഡിന്റെ എങ്ങനെ എഴുതുന്നു? നമുക്കറിയാം മെഗ്നീഷ്യവും ക്ലോറിനും ചേർന്ന് എന്തുണ്ടാവും? ഇത് രണ്ടും കൂടി ചേർന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവും എന്നർത്ഥം. മെഗ്നീഷ്യത്തിന് 2 എണ്ണത്തിന് വിട്ടുകൊടുക്കലാണ്. പോസിറ്റീവ് 2 ഇതിന്റെ 2 ആണെന്ന് അറിയാം വാലൻസി. അപ്പോ 2, ഇവന്റെ വാലൻസി 1. അപ്പൊ 2 എണ്ണം വിട്ടുകൊടുക്കണം. ഇത് ഒരെണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഇത് ശരിയാവും? ഇത് 2 ആറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരെണ്ണത്തിന് സ്വീകരിക്കാം, രണ്ടാമത്തേന് മറ്റേന് സ്വീകരിക്കാം. അപ്പൊ 2 ക്ലോറിൻ വന്നാൽ ഒരു മെഗ്നീഷ്യത്തിനോട് ചേരാൻ പറ്റുന്ന മനസ്സിലായി. കാരണം 2 എണ്ണം കൊടുക്കാണ്ട് ഇവ 2 എണ്ണത്തിന് 2 എണ്ണം കിട്ടാനുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെ കൂടിച്ചേരുന്നു മനസ്സിലായി നമുക്ക്? ഒരു മെഗ്നീഷ്യത്തിന് 2 എണ്ണം കൊടുക്കാണ്ട് അല്ലേ? അപ്പൊ ഒരു ക്ലോറിൻ വന്നാൽ ഒരെണ്ണം സ്വീകരിക്കും, വേറെ ക്ലോറിൻ വന്നാൽ അതും സ്വീകരിക്കും. അപ്പൊ എങ്ങനെ ഇത് കൂടിച്ചേരുന്നു മനസ്സിലായി? ഇതിന് ഇവിടെ 2 എണ്ണമെങ്കിൽ 2 എണ്ണം വേണം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കിയ ഈ 1 ഇവിടെ ഇടുക, ഈ 2 ഇപ്പുറത്ത് ഇടുക. അപ്പൊ 3 MgCl2 അല്ലേ? എളുപ്പല്ലേ? അപ്പൊ MgCl2 ആണ് എന്ത് ഫോർമുല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കിട്ടില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലായ ഒരു കഥ ചോദിക്കാം. കാർബണിന്റെ 4 ആണെന്ന് വിചാരിക്കും. കാർബണിന്റെ 4, Cl നമുക്കറിയാം 1 ആണ്. ഇത് കൂടി ചേരുമ്പോ എങ്ങനെയുണ്ടാവുക? കാർബൺ
ക്ലോറിൻ ചേർന്ന് ഒരു മൂലകം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഫോർമുല എന്തായിരിക്കും? യെസ്, Cl14 അല്ലേ? ഒന്നാകുമ്പോ എഴുതണ്ട. അപ്പൊ ശരിക്കും ഒന്നുകൂടി പറഞ്ഞ ഒന്നാകുമ്പോ എഴുതാറില്ല സാധാരണ Cl4. മനസ്സിലായ? ഇനി വേറൊരെണ്ണം Al എന്നൊരു സാധനത്തിന് 3 വിചാരിക്കുക. O എന്ന സാധനത്തിന് 2. ഇത് കൂടി ചേരുമ്പോ എന്തുണ്ടാവുക എന്ന് പറഞ്ഞേ? അതിന്റെ ഫോർമുല എന്തായിരിക്കും? Alഉം Oയും കൂടി ചേരും. അപ്പൊ എങ്ങനെയാ വരിക? ഇവിടെ 3 AlCO3. മനസ്സിലായ? ഇനി Hന്റെ 1 ഓടെ 2. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് എന്തുണ്ടാവുക? H2O. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ? വെരി സിമ്പിൾ. എങ്ങനെയാണ്? അപ്പൊ ഇതിൽ നോക്കി എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റം ചേർന്ന് ഹൈഡ്രജൻ ഇതിന്റെ ഇത് H2O വെള്ളം ഉണ്ടാകുന്നു. അതുപോലെ ആണ് ഇത് അലുമിനിയം ഓക്സൈഡും ചേർന്ന് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ മനസ്സിലായി? Al2O3. അപ്പൊ കെമിക്കൽ ഫോർമുല എഴുതാനുള്ള സൂത്രം പഠിച്ചില്ലേ? അപ്പൊ ചില സിമ്പിളാണ് നമുക്ക് ഫോർമുല എഴുതാൻ പഠിക്കുക. മനസ്സിലായല്ലോ? നമുക്ക് ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ഇനിയുള്ളത് പഠിച്ചാൽ പോരെ? നമുക്കിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും വിശദമായിട്ട് പഠിക്കാം അല്ലേ? ഇന്ന് നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ.